ഇന്ന് എനിക്ക് കിട്ടിയ മീൻ എന്താണെന്ന് കാണണ്ടേ? ഞാൻ വളരെ കാത്തിരുന്ന് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയ മീനാണ്. ഈ മീൻ ഇവിടെ എങ്ങും ഇങ്ങോട്ടൊന്നും കിട്ടാറില്ല. അപ്പം ഇതിനെ നമ്മുടെ നാട്ടിൽ കണവ എന്നാ പറയുക, കല്ലുള്ള കണവ. കണ്ടോ? അപ്പം ഇതിനെ ഇനി ക്ലീൻ ചെയ്ത് കറി വയ്ക്കണം. അപ്പം ഇത് പിന്നെ ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടുണ്ട്. ഇതിനകത്തൊരു കല്ലുണ്ട്. ആ കല്ലിനെയൊക്കെ എടുത്ത് മുറിച്ചൊക്കെ എടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം, കറി വയ്ക്കാം, ഏത് രീതിയിൽ തീയൽ വയ്ക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്. അടുത്തത് ക്ലീൻ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് വീഡിയോയിൽ കൂടെ. നമ്മുടെ കല്ലിക്കണവ ഇതാ നല്ല നീറ്റായിട്ട് കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുപ്പിലോട്ട് വെക്കുകയാണ്. അപ്പം ഇതിനി ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഇട്ട് വേവിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? അതെല്ലാം തൊട്ടിച്ച് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ടത്, പിന്നെ ശകലം ഉപ്പുപൊടി, ഇത്രയും ഇട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടാണ് അടുത്തിന് നമ്മൾ തോരൻ വയ്ക്കാൻ പോകുന്നത്. അടുത്തിന് ശകലം വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, ഈ കണവ ആയതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ശകലം ഒഴിച്ചാൽ മതിയാവും. അപ്പം ഇതിനി ഒന്ന് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേകും. അപ്പം ഞാൻ സാധാരണ ഏതാണ്ട് കറികളെല്ലാം കുക്കറിലാണ് വെക്കുന്നത്. അപ്പം അതാ ഇനി കുക്കറിലോട്ട് വെച്ചിട്ടൊന്ന് ഇനി ആവി കയറ്റണം, ഒന്ന് വേവിക്കണം. വേവിക്കുമ്പോൾ ഇത് നമ്മുടെ കണവ റെഡിയാവും. കല്ല് കാണണ്ടേ? ഇതാണ് കണവയുടെ കല്ല്. അതുകൊണ്ടാണ് ഇതിനെ കല്ലിക്കണവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കല്ലിനും ഉപയോഗമുണ്ട്. ഇത് ഗ്ലാസ് മിനുക്കാൻ കൊള്ളാം. പിന്നെ ഇല്ലാതെ നമ്മൾ പല്ലിയോ പാറ്റിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇത് ഇട്ടിരുന്നാൽ ഇത് അവ കടിച്ച് തിന്നാൽ ഇത് പല്ലിയും പാറ്റിയൊക്കെ ചത്തുപോകും. അതുകൊണ്ട് അതുകൊണ്ട് ഇതിന് ഉപയോഗമുണ്ട്. നമ്മുടെ കണവ തോരൻ ഇവിടെ റെഡിയായി. കണ്ടോ? ഇതിലേക്ക് നമ്മൾ തോരൻ അരയ്ക്കുന്നത് പോലെ തന്നെ തേങ്ങയും മുളകും തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഇതിലോട്ട് ചേർത്തത്. പിന്നെ വെന്തിരുന്ന കണവയും കൂടെ തട്ടി ഇതിലോട്ടാക്കി. അപ്പം അത് അതിൻ്റേതായ രുചിയും തോതും ഉണ്ടാവും. പിന്നെ നമ്മളിത് മുതിര എന്ന് പറയുന്നൊരു സാധനം കണ്ടോ? ഈ മുതിര. അപ്പം ഇതിൻ്റെ പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇത് വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പൊടിയാണ് ഞാൻ ശകലം ഇടാൻ പോകുന്നത്. മുതിര പൊടിച്ചത്. അപ്പം ഇതുവരെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ മുതിര? അപ്പം ആ മുതിര ഈ കണവയിലിട്ടിങ്ങനെ തോരൻ ഇങ്ങനെയൊക്കെ എടുക്കും. ഇങ്ങനെ ഇതിലിട്ടിങ്ങനെ പുരട്ടിയെടുക്കാൻ നല്ലതാണ്. ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും രുചിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. അപ്പം ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എന്നെ ഇങ്ങനെ മുമ്പോട്ട് വീണ്ടും വീഡിയോ ചെയ്യിക്കാനുള്ള പ്രചോദനം എനിക്ക് കിട്ടുന്നത്. നന്ദി, നമസ്കാരം.